അമേരിക്ക ഇറാൻ യുദ്ധം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയെന്ന് തുറന്നു പറയുകയാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ബുധനാഴ്ച ഇസ്ലാമാബാദിൽ ചേർന്ന ഫെഡറൽ ക്യാബിനറ്റ് യോഗത്തിലാണ് നിലവിൽ രാജ്യം ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്. എണ്ണ ഇറക്കുമതിയിൽ മാത്രം ആഴ്ചയിൽ $500 ദശലക്ഷം അധിക ബാധ്യതയാണ് പാകിസ്ഥാന് നേരിടേണ്ടി വരുന്നത്. കൂടാതെ യുദ്ധത്തിന് മുമ്പ് പാകിസ്ഥാന്റെ പ്രതിവാര എണ്ണ ഇറക്കുമതി ബില്ല് ഏകദേശം $300 ദശലക്ഷം ആയിരുന്നുവെന്നും യുദ്ധം രൂക്ഷമായതോടെ നിലവിൽ ഇത് $800 ദശലക്ഷം കുതിച്ചുയർന്നുവെന്നാണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത്. എണ്ണവില വർധനവ് വരും ദിവസങ്ങളിൽ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലകളെ ബാധിക്കുമെന്നും വെള്ളിയാഴ്ചയോടെ പുതിയ നിരക്കുകൾ തീരുമാനിക്കേണ്ടി വരുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നുണ്ട്. യുദ്ധം പാകിസ്ഥാന്റെ വിദേശ നാണയ ശേഖരത്തെയും ബാധിച്ചിട്ടുണ്ടെന്നും ഫെഡറൽ ക്യാബിനറ്റ് യോഗത്തിൽ ഷഹബാസ് ഷെരീഫ് പറയുന്നുണ്ട്. പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി അന്താരാഷ്ട്ര നാണയനിധി നൽകുന്ന സഹായ പദ്ധതികളെ ഈ സാഹചര്യം പ്രതികൂലമായി ബാധിക്കുകയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ സൗദി അറേബ്യ നൽകിയ $3 മില്യൺ നിക്ഷേപവും $5 ബില്യൺ ക്രെഡിറ്റ് സൗകര്യവുമാണ് രാജ്യത്തിന് താത്കാലിക ആശ്വാസം നൽകിയതെന്നും ഷഹബാസ് ഷെരീഫ് പറയുന്നു. ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ മധ്യസ്ഥതയുടെ കുപ്പായം അണിഞ്ഞുവെങ്കിലും അതെല്ലാം തകരുന്ന കാഴ്ച, അല്ലെങ്കിൽ അതെല്ലാം ഒരു കോമാളിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നിരുന്നാലും നാറ്റോ പോലുള്ള പ്രതിരോധ കരാറുകളുള്ള സൗദി അറേബ്യയുടെ പിന്തുണയോടെ പാകിസ്ഥാന് ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളെല്ലാം അല്ലെങ്കിൽ ഇതിന്റെ ആഹ്ലാദങ്ങൾ നേരിടാൻ കഴിയുന്നു എന്നാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നത്. ബുധനാഴ്ച നടന്ന ഫെഡറൽ ക്യാബിനറ്റ് യോഗത്തിൽ സംസാരിക്കവേ സംഘർഷം അവസാനിക്കുകയും മേഖലയിൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞു. ദൈനംദിന സ്ഥിതിഗതികൾ ഒരു ടാസ്ക് ഫോഴ്സ് നിരീക്ഷിച്ചു വരികയാണെന്നും ഈ വെല്ലുവിളിയെ നേരിടാനും എല്ലാ ശത്രുക്കൾക്കും അറുതി വരുത്താനും എല്ലാ ശ്രമങ്ങളും ആവശ്യമാണെന്ന് ഷെരീഫ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇറാൻ അമേരിക്ക സംഘർഷം പാകിസ്ഥാന്റെ ക്രൂഡ് ഓയിൽ വില ഉയരാൻ ഒരു പ്രധാന കാരണമായി മാറുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാന്റെ ഇറക്കുമതി ബില്ലുകൾ $300 മില്യൺ നിന്ന് $800 മില്യൺ വർദ്ധിച്ചതായി ബുധനാഴ്ച അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ സാഹചര്യം വെല്ലുവിളി നിറഞ്ഞതാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഷെരീഫ് പറഞ്ഞത് രാജ്യത്ത് ഇന്ധനക്ഷാമം ഒഴിവാക്കാൻ തന്റെ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും, എങ്കിലും ഇപ്പോഴും വലിയ വില നൽകി ആണ് 1 ലിറ്റർ പെട്രോളൊക്കെ ജനങ്ങൾ വാങ്ങുന്നത്. ഇത് 1 ലിറ്റർ പെട്രോളിന് 200 മുതൽ 250 വരെ വില നൽകിയാണ് ജനങ്ങൾ അവിടെ വാങ്ങുന്നത്. കൂടാതെ അവിടെ പാവപ്പെട്ട ഏറ്റവും താഴെ ജീവിക്കുന്ന അതിദരിദ്രരായ ആളുകൾ പാകിസ്ഥാനിലുണ്ട്. അവർക്കൊക്കെ പെട്രോളൊന്നും തന്നെ വാങ്ങാനുള്ള ശേഷി അവർക്കില്ല. കൂടാതെ പാചകവാതക സിലിണ്ടറുകളൊന്നും തന്നെ വാങ്ങാൻ ശേഷിയില്ലാത്തത് കൊണ്ട് തന്നെ അവർ ഒരു വലിയ ബലൂണിലാണ് 1000 1500 ഒക്കെ കൊടുത്ത് ഈ ഇന്ധനങ്ങളൊക്കെ നിറച്ച് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അത് വലിയ രീതിയിൽ ഒരു സ്ഫോടനത്തിന്റെ ഒരു ശേഷിയിലേക്ക് മാറും എന്നാണ് നിരീക്ഷകരടക്കം ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരടക്കം പാകിസ്ഥാന് നൽകുന്ന മുന്നറിയിപ്പ്. എന്നാൽ പാകിസ്ഥാൻ ഇതൊന്നും ചെവികൊള്ളാൻ ഇപ്പോഴും തയ്യാറല്ല.